വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. ഞാനത് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ്, അതായത് ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റിന്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ മേക്കപ്പ് ബ്രഷിന്റെ സെറ്റ് വാങ്ങിച്ചത്. ഇങ്ങനൊരു കവറിലാണ് ഇത് വന്നിട്ടുള്ളത്. സാധാരണ ബബിൾ ട്രാപ്പ് അങ്ങനെയൊന്നുമല്ല, ഈ സാധാരണ ഈ പ്ലാസ്റ്റിക് കവറിൽ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ വില 379 എന്നാണ് എൻ്റെ ഓർമ്മ സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ച വില. പക്ഷെ ഇത് 500-നകത്ത് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് റിവ്യൂ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് വരെ ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റ് നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റ് വാങ്ങിക്കണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഈ മേക്കപ്പ് ബ്രഷിന്റെ സെറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹൈ എൻഡ് ബ്രാൻഡ് മേക്കപ്പ് ബ്രഷിന്റെ സെറ്റ് ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് മേക്കപ്പ് ബ്രഷസിന്റെ സെറ്റ് ഇപ്പം വില കുറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്, നന്നായിട്ട് മേക്കപ്പ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങളുടെ ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റും ഇല്ല, നിങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്, മേക്കപ്പ് ബ്രഷ് സെറ്റ് 500 രൂപയ്ക്കകത്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഇത് യൂസ്ഫുൾ ആകും ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കെട്ട് മീൻസ് ഇങ്ങനെ ഒരു ചെറിയ കെട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അത് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെയാണ് ഈ മേക്കപ്പിന്റെ ബ്രഷ് സെറ്റ് വരുന്നത്. 24 ബ്രഷ് സെറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, പക്ഷേ ഓക്കെ 24 എണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പം എണ്ണി നോക്കി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഐ മേക്കപ്പ്, ഫേസ് മേക്കപ്പ് എല്ലാത്തിനുള്ള ബ്രഷ് സെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ ബ്രഷായിട്ട് നമുക്ക് നോക്കാം. ഇത് വരുന്നത് ഇങ്ങനൊരു കുഞ്ഞു കവറിലായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനൊരു പ്ലാസ്റ്റിക് കവറിൽ ഈ കുഞ്ഞു സോക്കറ്റുകളുണ്ട് വയ്ക്കാനായിട്ട്. ഓരോ സോക്കറ്റുകളുണ്ട്. ഈ സോക്കറ്റിലാണ് ഇത് ഇരുന്നത്. അപ്പോൾ ഈ കവർ എടുത്ത് മാറ്റിയാൽ നമുക്ക് ഇങ്ങനെയാണ് ഈ ബ്രഷ് വരുന്നത്. കണ്ടോ, ഇതൊരു വുഡൻ ആയിട്ടുള്ള ഹാൻഡിലാണ്. പിന്നെ ഇങ്ങനൊരു ബ്ലാക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രസ്റ്റിൽ ഇത് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ചിലതിൽ ഇങ്ങനെ പൂട ചെറുതായിട്ട് ഇളകി വരുന്നുണ്ട് ചിലതിൽ, പക്ഷെ എല്ലാത്തിലും അങ്ങനെ വരുന്നില്ല. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഒരു ഫാൻ ബ്രഷ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. പക്ഷെ നമുക്കിത് പൗഡർ തട്ടിക്കളയാനും യൂസ് ചെയ്യാൻ പറ്റും, കാരണം ഇത് വലുപ്പമുണ്ട് കേട്ടോ. ഇതിനകത്ത് വേറൊരു ഫാൻ ബ്രഷ് ഓൾറെഡി ഉണ്ട്. കണ്ടോ ഇപ്പം 2 ഫാൻ ബ്രഷ് ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് എനിക്ക് ഇതാണ് യൂസ്ഫുൾ ആകുന്ന. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. അപ്പം ബ്രഷിന്റെ ക്വാളിറ്റി 500 രൂപയ്ക്കകത്ത് ഓക്കെ ആണ്. അപ്പം നമുക്കിനി ഫേസ് മേക്കപ്പിനുള്ള ബ്രഷസിനെ പറ്റിയിട്ട് നോക്കാം. ഇവിടെ ഒരു പൗഡർ ബ്രഷ് ഉണ്ട്. ഞാൻ റിവ്യൂവിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാണ്ട് ഈ കവറൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഇനി കവറൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ പൗഡർ ബ്രഷാണ്. നല്ല സോഫ്റ്റ് ആണ് ഇത്. നമുക്കിങ്ങനെ ഫേസിലിടാൻ നല്ല സുഖമാണ്. ഞാൻ ബേസ് മേക്കപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബ്രഷ് എടുത്ത് ഇങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് തന്നെയാണിത്. പൗഡർ ബ്രഷായിട്ട് നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് അല്ല, സോഫ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ 3 എണ്ണമാണ്. പിന്നെ ഇതിനകത്തുള്ള വലിയ ബ്രഷസ് കണ്ടോ. ഇത് ബ്ലഷ് ബ്രഷ് എന്നാണ് പേര് കിടന്നതാണ് എൻ്റെ ഓർമ്മ. പക്ഷെ നമുക്കിപ്പോൾ ഇനി ബ്ലഷ് ഇടാൻ ബ്രഷ് വേണം, പിന്നെ കോണ്ടൂർ അപ്ലൈ ചെയ്യാൻ ബ്രഷ് വേണം, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ സ്പഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബ്രഷ് വേണം. അപ്പോൾ നമുക്ക് ഇത് കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ആക്കാൻ ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ഉണ്ട്. നല്ല പഫായിട്ടിരിക്കുന്ന ബ്രഷിൻ്റെ അത്ര സുഖമില്ല. പിന്നെ ഇത് നമുക്ക് ബ്ലഷ് ഇടാൻ യൂസ് ചെയ്യാം. ബ്ലഷ് ഇടാൻ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ സോഫ്റ്റ്നെസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബ്ലഷ് ഇടാൻ പറ്റും, കുഴപ്പമില്ല. ക്രീം ബ്ലഷ് അല്ല, പൗഡർ ബ്ലഷ് ആയിരിക്കും ഇതിൽ നമുക്ക് ഇടാൻ കുറച്ചുകൂടെ സ്യൂട്ട് ആകുന്നത്. പിന്നെ ഈ ബ്ലഷ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഒരു സ്പഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ല. ഞാനിത് ഇട്ട് നോക്കിയിട്ടില്ല, കാരണം ഞാനിതിൽ ഇട്ടിട്ട് അഴുക്കാക്കിയിട്ട് കാണിക്കുന്നതിനേക്കാളും ഒരു പെർഫെക്റ്റ് സെറ്റ് കാണിക്കുന്നില്ല നല്ലത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മേക്കപ്പ് വീഡിയോ, ഇത് ഫുൾ സെറ്റും വെച്ചിട്ടൊരു മേക്കപ്പ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഈ കുഞ്ഞു ബ്രഷസും ഒക്കെ കവറിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇതിൻ്റെ ലെങ്ത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത്ര ലെങ്ത് ഉണ്ട്, എൻ്റെ കൈയുടെ അത്രയും ലെങ്ത് വരുന്നുണ്ട്. കാണുന്നില്ലേ?
ലെങ്ത് തീരെ കുറഞ്ഞ ബ്രഷസ് ഒന്നുമില്ല, നോർമലി വരുന്ന ബ്രഷസിന്റെ ലെങ്ത് ഇതിനുണ്ട്. ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ബ്രഷസ് ഉണ്ട്. അപ്പോൾ ഈ ഫാൻ ബ്രഷിനും ഇവിടെ കാണിച്ച ലാസ്റ്റത്തെ വലിയ ബ്രഷിനും ഇടയ്ക്കുള്ള ബ്രഷുകളാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇത്രയും ബ്രഷസ് ഉണ്ട്. എല്ലാം നമ്മുടെ ഐ മേക്കപ്പിനായിട്ടും പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാനായിട്ടും ഉള്ള ലിപ് ബ്രഷസും ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം എല്ലാം. എൻ്റെ കൈ കൊള്ളുന്നില്ല, ഐഡിയ കിട്ടില്ലേ. ലിപ് ബ്രഷും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനുള്ള ബ്രഷസ് ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് പേഴ്സണലി തോന്നിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ അകത്തൊന്നും ഒരു ബ്ലെൻഡിങ് ബ്രഷ് ഇല്ല, ബാക്കി ഉള്ളതിൻ്റെ അകത്തും ഒരു ബ്ലെൻഡിങ് ബ്രഷ് ഇല്ല. നമുക്ക് ഐ ഷാഡോ മേക്കപ്പ് നല്ല സൂപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബ്ലെൻഡിങ് ബ്രഷ് അനിവാര്യമാണ്. അല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആണെങ്കിൽ ഇതൊക്കെ മതിയാവും. പക്ഷെ നമുക്ക് നന്നായിട്ടൊരു ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലെൻഡിങ് ബ്രഷ് അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രഷ് സെറ്റ് വാങ്ങിച്ചിട്ട് വേറെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് നിങ്ങൾ സൈഡായിട്ട് വാങ്ങിച്ചാലും മതിയാകും നിങ്ങൾക്ക് നന്നായിട്ടൊരു മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ല നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് വേണ്ട നിങ്ങൾക്ക് ബ്ലെൻഡിങ് ബ്രഷും എല്ലാം കൂടെയുള്ള സെറ്റാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈസ് ഒരു 500 രൂപയ്ക്ക് മുകളിലോട്ട് ഉള്ള ബ്രഷ് സെറ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള ഐ മേക്കപ്പ് ഒക്കെ മതി എന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് ധാരാളമാണ്, ഈ ബ്രഷ് സെറ്റ്. പിന്നെ നേരത്തെ കാണിച്ച ഫാൻ ബ്രഷ്, പിന്നെ ബാക്കിയുള്ളത് ഇത്രയും ബ്രഷസ് ആണ്. ഒരു നമ്മുടെ ഐലൈനർ ബ്രഷ് ഉണ്ട്, പിന്നെ സ്പൂളി ഉണ്ട്, ഐ ഷാഡോ പാക്ക് ചെയ്യാനുള്ള ബ്രഷ് ഉണ്ട്, നമുക്ക് പഫിങ് ബ്രഷ് ഉണ്ട്, നമ്മുടെ സ്മഡ്ജിങ് സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കുഞ്ഞി പഫുള്ള ഒരു ബ്രഷ് ഉണ്ട്, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു ബ്രഷ് ഉണ്ട്. ഇത്രയും ബ്രഷസ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ കോണ്ടൂർ ബ്ലഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ബ്രഷ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രഷ് സെറ്റ് വാങ്ങിക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പേഴ്സണലി എനിക്ക് തോന്നിയത് നിങ്ങളുടെ കയ്യിൽ വേറെ ഒരൊറ്റ ബ്രഷ് സെറ്റും ഇല്ല, 500 രൂപയ്ക്കകത്ത് നിങ്ങൾക്കൊരു ബ്രഷ് സെറ്റ് വേണം, നിങ്ങൾക്കൊരു മേക്കപ്പ് ചെയ്തൊക്കെ പഠിക്കണം, ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ബ്രഷ് സെറ്റ് വാങ്ങിക്കാം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നല്ല ബ്രഷ് സെറ്റുകളുണ്ട്, നിങ്ങൾ അത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്ത് ശീലിച്ചു, നിങ്ങൾക്ക് ഒരു ബാക്കപ്പിന് ബ്രഷ് സെറ്റ് വേണം എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഇതൊട്ടും യൂസ്ഫുൾ അല്ല. നിങ്ങൾക്കെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ട് വർക്കൗട്ട് ആക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു ബിഗിനറിന് ഇത് യൂസ്ഫുൾ ആകണം. 500 രൂപയ്ക്കകത്ത് നല്ലതാണ് ഒരു ബിഗിനറിന് മേക്കപ്പ് ഇട്ട് പഠിക്കാനും നമുക്ക് പുറത്തൊക്കെ ഇട്ട് പോകാനും ഒക്കെ നല്ലതാണ്. പക്ഷെ ഓൾറെഡി മേക്കപ്പിന്റെ ബ്രഷ് സെറ്റ് ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആകത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം. ഇനി ഇത് വെച്ചിട്ട് ഇത് മാത്രം വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഞാനിത് മാക്സിമം എല്ലാ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ഞാൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ ചെറുതായിട്ട് ഉൾപ്പെടുത്തും. കാരണം എന്തായാലും സെറ്റ് വാങ്ങിച്ചില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ആമസോണിലും ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ഉണ്ട്. പല ബ്രാൻഡിന്റെ പേരിലാണ് ഇത് കാണുന്നത്. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ബ്രാൻഡാണ്. ഇത് വായിക്കാൻ പറ്റും പോലെ വായിച്ചോളും. ജിയാവോ അല്ലേ, അങ്ങനെ എന്തോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബ്രാൻഡ്. പിന്നെ വേറെയും കുറേ ബ്രാൻഡുകൾ ഞാൻ കണ്ടു. അപ്പോൾ ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുള്ളത് നോക്കി വാങ്ങിച്ചാൽ മതി. ഞാൻ വാങ്ങിച്ചതിന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ. പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിനടുത്തൊരു കുഞ്ഞു ബെലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.